അല്ല അതൊക്കെ 10-20 വർഷം കഴിഞ്ഞിട്ടാണല്ലോ 4K. അപ്പോൾ മിന്നൽ മുരളി ഒരു 20 വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം. ആ തിയേറ്ററിൽ കാണാനുള്ളത് അത് പറയുന്ന ഒരു കോർപ്പറേറ്റ് നെറ്റ്ഫ്ലിക്സ് എന്നൊക്കെ ഒരു OTTയുടെ കയ്യിലാണല്ലോ. അപ്പോൾ നമുക്കൊരു തീരുമാനം എടുക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അതൊരു വലിയ ഒരു കൂട്ടം ആൾക്കാരുടെ തീരുമാനം. നമ്മുടെ കയ്യിലല്ല അതിൻ്റെ തീരുമാനം, അമേരിക്കയിലാണ് അതിൻ്റെ തീരുമാനം. കുറച്ച് പാടായിരിക്കും. ട്രംപൊക്കെ വിചാരിക്കേണ്ടി വരും. മിന്നൽ മുരളി ഓക്കെ സൈൻ, പുള്ളി സൈനൊക്കെ ഇട്ട് വിടേണ്ടി വരുമായിരിക്കും ചിലപ്പോൾ, അറിഞ്ഞൂടാ. അങ്ങനെ ഇതിൽ ഞാൻ അങ്ങനെ മുട്ടയിടാറുന്നില്ല, കുഴി കുത്തിയിട്ട്. അല്ലല്ല, തീർച്ചയായിട്ടും അതിൽ വേറൊരു ലെയറും കൂടെ ഉണ്ട്. പൊന്മാൻ എന്ന് പറയുന്നത് പക്ഷി പറന്നു ഉയരുന്ന പക്ഷിയാണ്, മീനിനെ കുത്തിയിട്ട് പറന്ന് നേരെ മുകളിലേക്ക് പൊങ്ങുന്നതാണ്. അപ്പോൾ അജേഷ് എന്ന് പറയുന്ന ക്യാരക്ടറിൻ്റെ ഒരു ട്രയംഫും കൂടെ ഉണ്ട് ഈ സിനിമയിൽ. അജേഷിൻ്റെ മാത്രമല്ല, ഈ പറയുന്ന ക്യാരക്ടേഴ്സ് ബ്രൂണോൻ്റെയും സ്റ്റെഫി ഗ്രാഫിൻ്റെയും ഒക്കെ ഒരു ട്രയംഫുണ്ട്. ഈ പറയുന്ന അവരുടെയൊക്കെ പറയുന്ന പറന്നു വരുന്ന ക്യാരക്ടേഴ്സ് കൂടെയാണ് ഇതിൻ്റെ സിനിമ തീരുമ്പോൾ. അങ്ങനെയാണ് ആ സിനിമ. അപ്പോൾ അതും കൂടെ ഒരു ഓൾട്ടർ ലെയറായിട്ട് തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. എന്നാൽ പോലും പൊന്നുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള മാൻ എന്നുള്ള രീതിയിൽ പൊന്മാനായിട്ടും ഇത് വർക്കാവുന്നു. അല്ലാതെ നീല പൊന്മാനെ പോലെ പറന്നു വരുന്ന കഥാപാത്രമായിട്ടും ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ക്യാരക്ടർ തന്നെയാണ്. അപ്പോൾ രണ്ട് രീതിയിലും ആ ടൈറ്റിൽ ആപ്റ്റാണെന്ന് തോന്നുന്നു.